ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനലിലേക്ക്. അപ്പം എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ ഇപ്പം ഭയങ്കര മഴയാണ് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് എൻ്റെയും തനൂസിൻ്റെയും കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ. ഇതാ തനിക്കുട്ടി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റിരിക്കുകയാണ്. അപ്പം അവളുമായിട്ട് കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് തനൂസിനെ നോക്കുന്നതിൽ കുറച്ച് ടാസ്ക്കുള്ള പണിയെന്ന് പറയുന്നത് അവളെ ഉറക്കാനായിട്ടാണ് കേട്ടോ. അവൾ ഉണർന്നു കഴിഞ്ഞാൽ കുറച്ച് വാശിക്കാരിയാണ്, പക്ഷേ ഉറങ്ങാനായിട്ടും കുറച്ച് പാടാണ്. എന്നാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തും അവളുമായിട്ട് ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഒരു പുതിയ ശീലം തുടങ്ങിയിരിക്കുന്നതാണ് ഏത് സമയവും വായിലിങ്ങനെ കൈയിട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പിള്ളേരും ഈ ഒരു പ്രായത്തിൽ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാ ദിവസവും ഒരു 5:45, 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് അവൾ ഉണരുന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് സമയം അങ്ങനെ കട്ടിലേൽ ഇങ്ങനെ കിടക്കുവേ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് മെല്ലെ ഞാൻ പതുക്കെ ഇങ്ങനെ എണീക്കും. അപ്പം അവളെ എടുത്തുകൊണ്ട് വന്ന് ഹാളിൽ വിരിച്ചങ്ങ് കിടത്തും. അതിന് ശേഷമാണ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കുക. കുറേ സമയമൊക്കെ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കും. പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ കരച്ചിൽ തുടങ്ങും കേട്ടോ. ഇപ്പം ഇത് തന്നെ ഓരോണ്ട് ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റതാണ്. അപ്പം അവളെ എടുത്തുകൊണ്ട് ഇങ്ങനെ കുറേ നേരം ക്യാമറയ്ക്ക് മുന്നിലൊക്കെ കാണിച്ച് പിന്നെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്ത് അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് വെട്ടമുള്ളപ്പം ഉറങ്ങാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ കട്ടൻ ഇങ്ങനെ താത്തിടും കേട്ടോ. എന്നിട്ട് അവളെ കുറച്ച് നേരം ഞാനിങ്ങനെ കട്ടിലേൽ കിടത്തും കേട്ടോ. ഏത് സമയവും ഞാൻ അവളെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കത്തില്ല. കൂടുതൽ സമയവും ഒന്നെങ്കിൽ വിരിച്ച് നിലത്ത് കിടത്തും, അല്ലെങ്കിൽ കട്ടിലേൽ ഇങ്ങനെ കിടത്തും. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് കാലിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ നേരം കളിച്ചതിന് ശേഷം എൻ്റെ കയ്യിലിരുന്ന് പാലൊക്കെ കുടിച്ചിട്ട് അവൾ ഉറങ്ങുവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറേ നേരം അവളുമായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് അവളിങ്ങനെ ഉറങ്ങുമ്പോഴത്തേക്കിന് എനിക്കൊരു വല്ലാത്ത ശൂന്യതയാണ് കേട്ടോ അനുഭവപ്പെടാറ്. വേറൊന്നും കൊണ്ടല്ല, അത്രയും നേരം അവളുടെ കൊഞ്ചലും കുണുങ്ങലും ഒക്കെ ആയിരുന്നു ഈ ഒരു വീട്ടിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞിപ്പെണ്ണി ഇങ്ങനെ കുറച്ച് നേരം ഉറങ്ങുന്ന സമയത്ത് ഞാൻ അവളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോയി കിടക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനുള്ള എല്ലാ പുതിയ അമ്മമാർക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോയിട്ടുള്ളവരാണെങ്കിൽ നമ്മളും കുഞ്ഞും മാത്രമുള്ള സമയങ്ങളിൽ നമുക്ക് കൂടുതൽ ടാസ്ക് ആയിരിക്കും. കാരണം നമ്മുടെ വീട്ടു ജോലികളും ചെയ്യണം, അതോടൊപ്പം കുഞ്ഞുങ്ങളുടെ കരച്ചിലും. അങ്ങനെ അവൾ ഉറങ്ങുന്നതിൻ്റെ സമയത്ത് ഞാനും അവളുടെ കൂട്ടത്തിൽ കുറച്ച് നേരം കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു പൂച്ചോറക്കമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണ് എണീറ്റിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഏത് സമയവും ഇങ്ങനെ കമന്ന് വീഴുകയാണ് കേട്ടോ. ഇപ്പോൾ കട്ടിലേലാണെങ്കിലും കുറേ നേരം കിടന്നു കഴിയുമ്പോഴത്തേക്കിന് അവളങ്ങ് കമന്ന് വീഴാൻ തുടങ്ങും. ഇപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സമയവും അവളെ നിലത്ത് കിടത്താനായിട്ടാണ് നോക്കുന്നത് കേട്ടോ. കാരണം അഥവാ നമ്മുടെ കണ്ണ് തെറ്റിയാൽ കുഞ്ഞിപ്പെണ്ണങ്ങാനും കട്ടിലേൽ നിന്ന് വീഴുവോ എന്നൊരു ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ നിലത്ത് വിരിച്ച് തന്നെയാണ് അവളെ എപ്പോഴും കിടത്തുക. പിന്നെ ഞാൻ അടുത്തുള്ളപ്പോൾ മാത്രമേ അവളെ ഇതുപോലെ കട്ടിലേ കിടത്തത്തുള്ളൂ. പിന്നെ ആദ്യമൊക്കെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, തനിക്കുട്ടി 6 മാസമായിട്ടും കമന്ന് വീഴാത്തതിൽ. അവൾ ഫുൾ ആക്റ്റീവൊക്കെയാണ് കേട്ടോ. കമന്ന് വീഴാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ വീണില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു സമയത്ത് കമന്ന് വീഴുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പം കട്ടിലേലൊക്കെ കിടത്തിയാൽ അങ്ങ് ഷടപടേ എന്നാണ് കമന്ന് വീഴുന്നത് കേട്ടോ. അങ്ങനെ അവൾ കമന്ന് വീഴുന്നത് നോക്കി ഞാനിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു ചാനലിൽ ഞങ്ങളുടെ 2 കുഞ്ഞുമക്കളുടെയും നല്ല നല്ല വീഡിയോസുകളാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. അപ്പം നിങ്ങൾക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോസുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ വീണ്ടും കാണാം. ടാറ്റാ.